ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഗ്രഹനിലയും നക്ഷത്രഫലങ്ങളും അറിയുന്നതിന് മുൻപായി ഈ ശുഭദിനത്തിൻ്റെ പഞ്ചാംഗം നമുക്ക് പരിശോധിക്കാം. വീഡിയോ കാണുന്നതിന് മുൻപായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്ന് 2026 ജൂൺ 22 തിങ്കളാഴ്ച. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ് ഇന്ന്. ഉത്രനക്ഷത്രമാണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:42 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 ശുഭകാര്യങ്ങൾക്കായി. ഉച്ചയ്ക്ക് 12:02 മുതൽ 12:56 വരെയുള്ള അഭിജിത് മുഹൂർത്തം പ്രയോജനപ്പെടുത്താം. എന്നാൽ രാവിലെ 7:24 മുതൽ 9:05 വരെയുള്ള രാഹുകാല സമയത്ത് പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഇത് തീർച്ചയായും നിങ്ങളുടെ ദേഷ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇത് ദിവസം മുഴുവൻ നിങ്ങളെ അസ്വസ്ഥനാക്കിയേക്കാം. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ശാന്തനായിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ദേഷ്യപ്പെട്ട് പെരുമാറിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും. ദിവസം അവസാനിക്കുമ്പോൾ മനസ്സിന് ഉന്മേഷം ലഭിക്കാൻ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം സമയം ചെലവഴിക്കുക. ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്കായി ഇന്ന് വൈകുന്നേരം 5:30 മുതൽ 6 വരെയുള്ള സമയം തിരഞ്ഞെടുക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം മഞ്ഞയാണ്. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ ശനിഗ്രഹത്തിന്റെ സ്വാധീനം കൂടുതലായതിനാൽ ധ്യാനമോ മറ്റ് പരിഹാരങ്ങളോ ചെയ്യുന്നത് തടസ്സങ്ങൾ നീക്കാനും ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കും. പരിഹാരം: ഇന്ന് കുറച്ചു സമയം പ്രകൃതിയോടൊപ്പം ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നിരാശിയിലാണ്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എന്തെങ്കിലും മടുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ രണ്ടുപേരും നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമാണിത്. ഈ ബന്ധം വിജയകരമാക്കാൻ നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്ന കഠിനാധ്വാനവും സംയമനവുമാണ് ഈ മാറ്റത്തിന് കാരണം. നിങ്ങളുടെ ഈ പരിശ്രമങ്ങൾ വെറുതെയാകാൻ അനുവദിക്കരുത്. ബന്ധത്തിലെ കാര്യങ്ങൾ പഴയതുപോലെ സാധാരണ നിലയിലാക്കാൻ നിങ്ങൾ രണ്ടുപേരും പക്വതയോടെ പെരുമാറേണ്ടതുണ്ട്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഈ മികച്ച പ്രവർത്തനങ്ങൾ തുടരുക. അതോടൊപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ അറിയിക്കാനും മറക്കരുത്. ഈ വർഷം രാഹുവിൻ്റെ ഊർജം നിങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ നിങ്ങൾക്ക് വൈകാരിക സന്തുലിതാവസ്ഥയും സമാധാനവും നൽകും. പരിഹാരം: ഇന്ന് അല്പനേരം വിശ്രമിക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോകുന്നു. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. ഇന്ന് നിങ്ങൾക്ക് തിരക്കേറിയ ദിവസമായിരിക്കും. കാരണം ഒരുപാട് ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. എന്നാൽ ഈ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മികച്ച അംഗീകാരവും പ്രതിഫലവും ലഭിക്കും. ഉച്ചയ്ക്ക് 2:15 മുതൽ 3:15 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും ഉൽപ്പാദനക്ഷമമായിരിക്കും. പേൾ, ഗ്രേ അഥവാ മുത്തുപോലെയുള്ള ചാരനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വ്യാഴത്തിന്റെ സ്വാധീനത്താൽ 2026 വർഷത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അതിനാൽ നിങ്ങളുടെ സ്ഥലത്ത് ഒരു ശുഭചിഹ്നം സൂക്ഷിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. പരിഹാരം: മനസ്സിന്റെ വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിടും. പുതിയ അറിവുകൾ നേടുന്നതിൽ ഇന്ന് നിങ്ങൾക്ക് വലിയ താൽപ്പര്യം തോന്നും. ഒരു പ്രത്യേക വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധ
കേന്ദ്രീകരിക്കപ്പെടുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുകയും ചെയ്യും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ജാണ ചാനൽ പ്രകാരം വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവ് നേടുന്നത് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഗുണം ചെയ്യും. കർക്കടകം രാശിക്കാർ വളരെ സെൻസിറ്റീവും പെട്ടെന്ന് ദേഷ്യം വരുന്നവരും എന്നാൽ അതേസമയം സ്നേഹനിധികളുമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അതിരറ്റ സ്നേഹം കാണിക്കുന്നവരാണ് ഇവർ. ഈ വർഷം വ്യാഴം നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് സഹായത്തിന് ഒരു നല്ല രത്നം ധരിക്കുന്നത് മനസ്സിന് ശാന്തത നൽകാനും ആശയക്കുഴപ്പങ്ങൾ നീക്കാനും സഹായിക്കും. ഇന്നത്തെ പരിഹാരം പഴയ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ്. കന്നി രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സംക്രമണം നിങ്ങളെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ അനാവശ്യമായ തർക്കങ്ങളിൽ എത്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാര്യങ്ങളെ തെറ്റായ രീതിയിൽ കാണുന്നത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ, കാര്യങ്ങൾ വ്യക്തമായി പറയുകയും സുതാര്യമായ ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നതാണ്. മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടരുത്. ആരോടും പെട്ടെന്ന് ദേഷ്യപ്പെടരുത്. അത് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. നെഗറ്റീവ് ഊർജം ഒഴിവാക്കാൻ ഇന്ന് ചുവപ്പ് നിറം ഉപയോഗിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ വളരെ ശ്രദ്ധിക്കുക. ഈ വർഷം രാഹു അനിശ്ചിതത്വം കൊണ്ടുവന്നേക്കാം. അതിനാൽ സമാധാനത്തിനായി ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൂടെ കരുതുക. പരിഹാരം: ഇന്ന് ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് അല്പം വിശ്രമിക്കാനും നിങ്ങൾ ചുറ്റും സൃഷ്ടിച്ച മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാനും സമയം കണ്ടെത്തുക. കന്നി രാശിയിലെ ചന്ദ്രൻ്റെ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ ഐക്യവും പോസിറ്റീവ് ഊർജവും നിറയ്ക്കാൻ സഹായിക്കും. കുടുംബപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കെട്ടിപ്പടുത്ത വിജയത്തിൻ്റെ അടിത്തറ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വലിയ നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ മറക്കരുത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഭാഗ്യത്തിനും പോസിറ്റീവ് ഊർജത്തിനുമായി സംക്രമണം ഇന്ന് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ്. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ വർഷം ശനി ഗ്രഹത്തിൻ്റെ സ്വാധീനം കൂടുതലായതിനാൽ അത് കുറയ്ക്കാൻ നിങ്ങൾക്ക് ഒരു രത്നമോ അല്ലെങ്കിൽ പ്രത്യേക വസ്തുവോ ധരിക്കാവുന്നതാണ്. ഇന്നത്തെ പരിഹാരം: പുതിയൊരു ഹോബി അല്ലെങ്കിൽ വിനോദം തുടങ്ങാൻ ശ്രമിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നി രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുടുംബത്തോടൊപ്പം പുറത്തു പോകാനും നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും അവസരം ലഭിക്കുന്നതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിരിക്കും. സത്യത്തിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം മറ്റൊന്നില്ല. ഇത് ജോലിയിലെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും കരുതുന്നവർക്കും ഇടയിൽ സന്തോഷത്തോടെ ഇരിക്കാനും നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ ശ്രമിക്കുക. ജോലിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. കാരണം ഇന്നത്തെ ദിവസം പൂർണ്ണമായും വിനോദത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ളതാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും മുൻഗണന നൽകുക. 2026 ശനിയുടെ ശക്തമായ ഊർജത്തെ സന്തുലിതമാക്കാൻ ഒരു രത്നമോ യന്ത്രമോ ഉപയോഗിക്കുക. പരിഹാരം: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ചന്ദ്രൻ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പലർക്കും പുതിയതും ആവേശകരവുമായ ഒരു തുടക്കം കുറിക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരം കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമാണ്. ഇരുളടഞ്ഞ പാതയിൽ ഒരു പ്രകാശരശ്മി പോലെ നിങ്ങൾക്ക് വഴികാട്ടി ലഭിക്കും. ദീർഘകാലമായി നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം ലഭിക്കും. ഇത് നിങ്ങൾ ആഗ്രഹിച്ച സമാധാനവും ശാന്തതയും നൽകും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നത് നാരങ്ങയുടെ നിറമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിയുടെ ശക്തമായ സ്വാധീനം കാരണം വൈകാരികമായ സ്ഥിരത കൈവരിക്കാൻ ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വയ്ക്കുന്നത് നല്ലതാണ്. പരിഹാരം: മനസ്സിന് കുളിർമയേകുന്ന സംഗീതം ഇന്ന് കേൾക്കുക. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ,
കന്നിരാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളെ അമിതമായ ജോലിഭാരത്താൽ വലയം ചെയ്യപ്പെട്ടതായി തോന്നിപ്പിച്ചേക്കാം. ഇന്ന് അമിതമായി സംസാരിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് മാറ്റിവെക്കുക. കാരണം നിങ്ങളുടെ ചിന്തകൾ അസ്ഥിരമാകാനും അത് നിങ്ങളുടെ തീരുമാനങ്ങളെ തെറ്റായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടക്കാൻ സഹായിക്കും. ഇത് നിങ്ങൾക്ക് മാനസികമായി ശാന്തത നൽകുകയും ദിവസം അവസാനിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും ചെയ്യും. ഇന്ന് നിങ്ങളുടെ പങ്കാളിയോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ കുറച്ചു സമയം ചെലവഴിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം മികച്ച ഫലങ്ങൾക്കായി എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും വൈകുന്നേരം 4:30 മുതൽ 6 മണിവരെ നിശ്ചയിക്കുക. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വ്യാഴം വർഷം മുഴുവൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനാൽ ഭാഗ്യത്തിനായി ഒരു പ്രത്യേക രത്നമോ വസ്തുവോ ഉപയോഗിക്കുക. പരിഹാരം: നന്ദിയുള്ളവരായിരിക്കുക. പ്രിയ മകരം രാശിക്കാരെ, കന്നി രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം കാരണം ഇന്ന് നിങ്ങൾക്ക് അസ്വസ്ഥതയും ദേഷ്യവും അനുഭവപ്പെടാം. ഇന്ന് സ്വയം മികച്ചതാക്കാൻ നിങ്ങൾ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കുന്നുണ്ടാകാം. എന്നാൽ ഇതായിരിക്കാം നിങ്ങളുടെ ഉത്കണ്ഠയ്ക്കും സമ്മർദ്ദത്തിനും കാരണം. കാര്യങ്ങൾ അല്പം ലഘുവായി കാണാനും പോസിറ്റീവായിരിക്കാനും ശ്രമിക്കുക. അമിതമായി ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പദ്ധതികൾ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്. സാവധാനം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ചുവപ്പ് നിറത്തിലുള്ള ധരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം മൂലം ഊർജത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതിനാൽ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു പ്രതിവിധി ചെയ്യുന്നത് നല്ലതാണ്. പരിഹാരം: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭരാശിക്കാരെ, ജോലിസ്ഥലത്തെ ഡെഡ്ലൈനുകൾ പൂർത്തിയാക്കാനും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നൽകിയ പ്രോജക്റ്റുകൾ കൃത്യസമയത്ത് തീർക്കാനും നിങ്ങൾ ഇന്ന് അശ്രാന്തം പരിശ്രമിക്കേണ്ടി വരും. ഇന്ന് ചന്ദ്രൻ കന്നി രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വളരെ മികച്ച ആശയങ്ങൾ ഉദിക്കും. ഇന്നത്തെ ഈ നല്ല ഊർജം ഉപയോഗിച്ച് നിങ്ങളുടെ ജോലിയുടെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളെ നിങ്ങൾ അതിജീവിക്കും. രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായിരിക്കും. നീലനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിഗ്രഹം നിങ്ങളുടെ ദീർഘകാല പരിശ്രമങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ അർപ്പണബോധം വർദ്ധിപ്പിക്കാൻ ഒരു യന്ത്രമോ രത്നമോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പരിഹാരം: ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നി രാശിയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ആ വലിയ പട്ടിക ഓർമ്മയുണ്ടോ? ഇന്ന് അത് പ്രാവർത്തികമാക്കാനുള്ള ദിവസമാണ്. കാരണം ആ അനാവശ്യ വസ്തുക്കളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ ഒഴിവാക്കും. നിങ്ങളുടെ ഗാർഹിക പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിക്കാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ആവശ്യമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടെയുണ്ട്. അവരുടെ സഹായം സ്വീകരിച്ച് വീട്ടിലെ അസ്വസ്ഥതകൾ എത്രയും വേഗം അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ തീർപ്പാക്കാത്ത ജോലികളുടെ പട്ടികയിലെ പല കാര്യങ്ങളും പൂർത്തിയായതിൽ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും. ഈ വർഷം ശനിയുടെ പരിവർത്തന ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. അതിനാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു പ്രത്യേക വസ്തുവോ രത്നമോ കൂടെ കരുതുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് വീട്ടിൽ ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക.